കൊല്ലം കടവൂരിൽ ബ്രസീൽ പതാകകൾക്ക് RSS വിലക്ക്. ഉടുപ്പും പച്ച കണ്ട ആളുകളെന്ന കുറെ ടീമുകളുണ്ട്. ഉമ്മാർക്ക് സാമാന്യ ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. ചുവപ്പ് കണ്ട കോൺഗ്രസ്സുകാർക്കെല്ലാം അപ്പോഴും ഗുരു, പച്ച കണ്ട RSSകാർക്ക് BJPക്കാർക്ക് ഗുരു. കഴിഞ്ഞ ദിവസം രാത്രി ആ കൊല്ലത്ത് തൃക്കടവും ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിനകത്ത് ആ പരിസരത്ത് പയ്യന്മാർ കെട്ടിയ ബ്രസീലിന്റെ ഫുട്ബോൾ ആരാധകരാണ് കൂടുതൽ. ഈ തെക്കൻ കേരളത്തിൽ അത്രയും ഫുട്ബോൾ ആരാധകരില്ല, കൂടുതൽ മലപ്പുറം ആ ഭാഗത്തൊക്കെ. എന്നാലും നമ്മുടെ നാട്ടിലെ പയ്യന്മാരുണ്ട് അന്നത്തെ കളിച്ചു വരുന്ന കളി അത്രത്തോളം വീക്ഷിക്കുന്ന പയ്യന്മാർ നമ്മുടെ നാട്ടിലും. ഈ പയ്യന്മാര് ഒരു ബ്രസീലിന്റെ കൊടി വെച്ചാണ്, പക്ഷെ അത് മുസ്ലിം ലീഗിന്റെ കൊടിയാണ് അല്ലെങ്കിൽ മാത്തന്റെ കൊടിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അഴിച്ചു മാറ്റി. ഇതിനൊക്കെ സാമാന്യ ബോധമില്ല. ഞാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ 21ാം നൂറ്റാണ്ടിലല്ലേ നീയൊക്കെ ജീവിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഗൂഗിളിൽ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതിന് പറഞ്ഞാൽ അത് ബ്രസീലിന്റെ കൊടിയാണ്, അല്ലെങ്കിൽ ജെമിനി ചേച്ചിയിലെ ചോദിക്കാം. ഇതൊന്നും അറിഞ്ഞുകൂടാതെ നിങ്ങൾ ഇപ്പോഴും പച്ച കണ്ട ഭേദമായിട്ട് കിടക്കുന്നത്. ഇത് മുസ്ലിം ലീഗ് മാത്രമല്ല പച്ചക്കൊടി ഉള്ളത്. പച്ചക്കൊടി പല നിന്നുണ്ട്. മോദിജിനെ എന്തെല്ലാം ഫ്ലാഗ് ഓഫ് പറഞ്ഞുള്ള പച്ചക്കൊടി വീശി നിങ്ങൾ എന്താ അതിനകത്ത് വേറെ ചെറിയ ചിഹ്നങ്ങളൊന്നും ഇല്ലാത്തോണ്ട്. ഈ ബ്രസീലിന്റെ കൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭൂമിയെ കുറിച്ചാണ്, അതായത് അവരുടെ കൂടുതലും വനപ്രദേശമാണ്. അപ്പൊ അതിന്റെ ഒരു പച്ചപ്പാണ് നീ കാണിക്കുന്നത്. അതിൽ മഞ്ഞ SNDP അല്ല, മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്ന സ്വർണ്ണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിനകത്തൊരു ഉരുണ്ട നീല സാധനം, അത് അവർ അന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അന്നത്തെ ദിവസത്തെ രാത്രിയത്തെ ആകാശത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഈ സാധനം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതൊന്നും വലിയ ഗ്രന്ഥങ്ങളൊന്നും എടുത്ത് വെച്ച് വായിച്ചു പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളിത് എനിക്ക് അറിയാൻ പറ്റും, നിങ്ങൾ ഇത് ഏത് നൂറ്റാണ്ടിലാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എനിക്കറിയാൻ പറ്റും. നിങ്ങൾ എന്താണ് നിങ്ങൾ ഈ കണക്കിൽ പോയാൽ നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ വീട്ടിലൊന്നും ഈ ചെടികളൊന്നും കേടേ. ഈ ചെടിയുടെ പച്ച ഇലാൻ കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വെട്ടിക്കളയും. പച്ച വാഴ കൊലയാവുന്നതിന് മുമ്പ് പഴുക്കുന്നതിന് മുമ്പ് പച്ച കളറാണ് കൊല, വെട്ടിയും കളയും, ഉപയോഗിക്കില്ലേ. പച്ചയിൽ തന്നെ മഞ്ഞയാവണം, മഞ്ഞയിൽ തന്നെ ചോപ്പാവണം, ചോപ്പിൽ തന്നെ നീലയാവുന്നത്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് മാറ്റിപ്പിടിയും. ഇന്ന് പത്തനംതിട്ടയിൽ നടന്ന പരിപാടിയിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫ് ഈ പച്ചക്കൊടി, അതായത് ബ്രസീലിന്റെ കൊടി പ്രതിഷേധ പരിപാടിയിൽ ഇതിൽ ഉയർത്തിയായിരുന്നു. അപ്പൊ നിങ്ങളൊന്ന് ഉറപ്പിക്കുക അത് ബ്രസീലിന്റെ കൊടിയല്ല, മുസ്ലിങ്ങളുടെ കൊടിയാണെന്ന്. മുസ്ലിം രാഷ്ട്രങ്ങൾ ഒരുപാടുണ്ട്, അവിടെയൊന്നും ഈ പച്ചക്കൊടിയൊന്നുമില്ല, ചോപ്പൊക്കെ ഉണ്ട്, ചോപ്പും മഞ്ഞയും പച്ചയൊക്കെ ഉണ്ട് കേട്ടാ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയം അധികരിച്ചിരിക്കുകയും. ഇങ്ങനെ ഈ പച്ചാണ്ട പ്രാന്തള കടന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നടക്കൂല. റോട്ടിൽ കൂടെ മറ്റേ ഡീലക്സ് ബസ്സൊക്കെ പോകും, അതൊക്കെ പച്ചയാണ്, അത് കയറൂലേ. പച്ചയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സിഗ്നൽ പച്ച എത്തിയെങ്കിൽ എന്താ വണ്ടി അങ്ങ് നിർത്തും. ഈ മാപ്പ് എഴുതി കൊടുക്കാനല്ലാതെ വല്ലപ്പോഴായിരിക്കും പേപ്പറൊക്കെ എടുത്ത് വെച്ച് വായിച്ചു കൊടുക്കണം. അല്ലാതെ മാപ്പ് എഴുതാൻ മാത്രം പേപ്പർ എടുത്തിട്ട് കാര്യമില്ല, കൈ കൊണ്ട് ഓട്ടിട്ട് കാര്യമില്ല. വല്ലപ്പോഴായിരിക്കും പേപ്പറോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിക്കണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ അബദ്ധങ്ങൾ നിങ്ങൾ ഇനിയും കാണിക്കും. ഇത് നിങ്ങൾ ഈ ബുദ്ധിയില്ലാത്ത കുറച്ചുപേര് കാണിക്കുന്നത് നിങ്ങളുടെ ആ പാർട്ടിക്ക് തന്നെ മോശവും. മനസ്സിലായ? നിങ്ങളെ താമരയുടെ താഴെ ഉണ്ട് പച്ച, നിങ്ങളുടെ താമരയുടെ താഴെ ഉണ്ട് പച്ച. നിങ്ങൾ അതെന്തിനു വെച്ചിരിക്കുന്ന ആ പച്ച? നിങ്ങൾക്ക് അതും കൂടെ അങ്ങ് എടുത്ത് കളഞ്ഞുകൂടായിരുന്ന? പച്ച കണ്ടുകൂടെ പറഞ്ഞുകൂടെ? പച്ച കണ്ട ആളാവുന്ന കുറച്ച് ടീമുകൾ. ഇതൊക്കെ ഏത് നൂറ്റാണ്ടാണ് നീയൊക്കെ ജീവിക്കുന്നത്? ഈ റോഡിൽ വെച്ചിരിക്കുന്ന സിഗ്നൽ മൊത്തം പച്ചാത്തമ്മയാണ് പോകാനുള്ളത്. അപ്പൊ നീക്ക് എന്താ പച്ചാത്തമ്മ നിർത്തും? നിനക്ക് തലയിൽ ആളാവസ്ഥയില്ല. നീയൊന്നും ഈ ലോകത്തെ അല്ല ജീവിക്കുന്നത്. ഈ ലോകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടെന്ന് അറിയാമോ? പച്ച കണ്ട എത്ര വ്യാപകമായുള്ള കാര്യം തോന്നുന്നു.